നമ്മുടെ ദുബായിൽ ഇപ്പോൾ 48ഉം 50ഉം ഡിഗ്രിയൊക്കെയാണ് ചൂട്. എല്ലാ വീടുകളും ബിൽഡിങ്ങുകളും AC ആയതിനാൽ നമുക്ക് ആ പ്രശ്നം അറിയില്ല. പക്ഷേ ഈ AC ഒക്കെ വരുന്നതിന് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ ഈ ചൂടിനെ എങ്ങനെയായിരിക്കും തരണം ചെയ്തിട്ടുണ്ടാവുക? അതിന് പിന്നിലും ഒരു ചെറിയ രസകരമായ കഥയുണ്ട്. ഞാനിന്ന് പറയാൻ പോകുന്നതും ആ കഥയാണ്. ഇന്നത്തെ വലിയ ചില്ല് കെട്ടിടങ്ങളും അത്ഭുതപ്പെടുത്തുന്ന സ്കൈലൈനുമൊക്കെ വരുന്നതിന് മുൻപ് ഗൾഫിലെ പഴയ പല വീടുകളുടെയും മുകളിലായി ഒരു പ്രത്യേകതരം ഗോപുരമുണ്ടായിരുന്നു. ബർജിൽ അഥവാ വിൻഡ് ടവർ. ഏത് വശത്തു നിന്ന് കാറ്റടിച്ചാലും ആ കാറ്റിനെ ഈ ടവർ പിടിച്ചെടുത്ത് താഴേക്ക് എത്തിക്കും. ആ കാറ്റ് താഴേക്ക് സഞ്ചരിക്കുമ്പോൾ മുറിക്കുള്ളിലെ ചൂടുള്ള വായു മുകളിലേക്ക് ഉയർന്ന് പുറത്തേക്ക് പോകും. ചിലയിടങ്ങളിൽ ഈ കാറ്റിന്റെ തണുപ്പ് കൂട്ടാൻ ഈർപ്പം ഉപയോഗിച്ചുള്ള കൂളിംഗ് രീതികളും സ്വീകരിച്ചിരുന്നു. കറണ്ടില്ല, കംപ്രസറുമില്ല. പ്രകൃതിയുടെ കാറ്റ് മാത്രം ഉപയോഗിച്ച് വീടിനെ തണുപ്പിച്ചിരുന്ന ഒരു അത്ഭുതകരമായ ആശയം. അതുമാത്രമായിരുന്നില്ല, അന്നത്തെ വീടുകളിലെ കട്ടിയുള്ള ചുവരുകളും നിഴൽ വീഴാൻ പാകത്തിനുള്ള ഇടുങ്ങിയ വഴികളുമൊക്കെ ചൂടിനെ പ്രതിരോധിക്കാൻ അന്ന് അവരെ സഹായിച്ചിരുന്നു. എന്നാൽ ചില വേനൽക്കാലങ്ങളിൽ ചൂട് കടുക്കുമ്പോൾ ഈ ബർജീലുകൾ കൊണ്ടും ചൂടിനെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആളുകൾ കടൽ തീരങ്ങളിലേക്ക് യാത്ര തിരിക്കും. ഈന്തപ്പനയോലകൾ കൊണ്ടുണ്ടാക്കിയ ലളിതമായ തണൽ പന്തലുകളിൽ താമസമാക്കും. കടലിനെ തൊട്ട് ഈർപ്പമണിഞ്ഞ് നേർത്ത തണുപ്പുമായി തീരത്തേക്ക് വീശുന്ന കാറ്റിനൊപ്പം അവർ ആ വേനൽക്കാലം തള്ളി നീക്കും.